ഹലോ, യഹ്യാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു പൊരിച്ച കോഴി ബിരിയാണീൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ പൊരിച്ചിട്ട് നമ്മൾ ബിരിയാണി വെക്കുമ്പോൾ. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് നമുക്ക് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു 2.5 കിലോ ചിക്കൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്കൊരു 3 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ടീസ്പൂണിൻ്റെ അളവാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ നിങ്ങൾ ചിക്കൻ എടുക്കുമ്പോൾ ഒരുപാട് വലുതുമല്ല എന്നാൽ ഒരുപാട് ചെറുതുമല്ല, ഫ്രൈ പീസ് കണക്കാക്കി എടുക്കാൻ നോക്കുക. ഇനി ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ എരിയുള്ള മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കാശ്മീരി ചില്ലിയും കൂടെ ചേർത്ത് കൊടുക്കുക, നല്ലൊരു കളറ് കിട്ടും. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് ഒരു 1/4 കപ്പ് വിനീഗറാണേ, അതുകൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാമേ. ഇതെല്ലാം കൂടെ നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അരപ്പ് എല്ലാ ഭാഗത്തും ഒന്ന് എത്തിക്കിട്ടണം. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 2 മണിക്കൂറെങ്കിലും ഇതൊന്ന് മാറ്റി വയ്ക്കുക. നല്ലതുപോലെ നമ്മൾ ചിക്കനിൽ ആ ഒരു അരപ്പൊക്കെ പിടിച്ച് കിട്ടണം. അപ്പോൾ ഞാനിവിടെ ഒന്ന് മാറ്റി വയ്ക്കുകയാണ്. ഒരു 2 മണിക്കൂറിന് ശേഷം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഇവിടെ 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഫ്രൈ ചെയ്യാനായിട്ട് ഞാനിവിടെ നമ്മളുടെ വെളിച്ചെണ്ണയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ബിരിയാണിക്ക് വെളിച്ചെണ്ണ ആയിരിക്കും കൂടുതൽ ടേസ്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കാൻ നോക്കുക. ഒരുപാട് അങ്ങ് ഫ്രൈ ആയി പോകേണ്ട. 2 ഭാഗവും ചെറിയൊരു ബ്രൗൺ നിറം ആവുന്നത് വരെ നമുക്കൊന്ന് വറുത്തെടുത്താൽ മതി. അപ്പോൾ നമുക്ക് തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ സാധാ ചിക്കൻ ഫ്രൈ ചെയ്യുന്ന പോലെ അത്രയ്ക്ക് അങ്ങ് ബ്രൗൺ നിറം ആവണ്ട. ലൈറ്റ് ബ്രൗൺ ആകുമ്പോഴത്തേക്ക് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ അതാണ്ടേ ഇവിടെ പരുവായിട്ടുണ്ട്. ഞാൻ എണ്ണയിൽ നിന്ന് കോരി മാറ്റുകയാണേ. അപ്പോൾ ബാക്കിയിരിക്കുന്ന പീസുകൾ നിങ്ങൾ ഇതുപോലെ തന്നെ ഒന്ന് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ബിരിയാണിക്കായിട്ട് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയൊക്കെ ഒന്ന് വറുത്തെടുക്കുകയാണ് കേട്ടോ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച്, ഒരുപാട് ഇഷ്ടമുള്ളവരുണ്ടാവുമല്ലോ ഇതൊക്കെ, അതനുസരിച്ചിട്ട് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ നെയ്യിലാണ് കേട്ടോ ഇതൊക്കെ ഒന്ന് വറുത്തെടുക്കുന്നത്. പിന്നെ ഒരു 1.5 സവാള ചെറുതായിട്ട് അരിഞ്ഞതാണേ, അതും കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കുകയാണ്. ഇനി നമ്മൾ നേരത്തെ ചിക്കൻ പൊരിച്ച ആ എണ്ണ ഉണ്ടല്ലോ, അതിൽ നിന്ന് കുറച്ച് മാറ്റിയതിന് ശേഷം അതിലേക്ക് ഒരു 150 ഗ്രാം ഇഞ്ചിയും 150 ഗ്രാം വെളുത്തുള്ളിയും ഒന്ന് ചതച്ചെടുത്തതാണ് അതിലേക്കിട്ട് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. അത്രയും എണ്ണ വേണ്ട നമുക്കതിൽ. അപ്പോൾ കുറച്ച് മാറ്റിയതിന് ശേഷമാണ് ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് ഒരു 7 പച്ചമുളക് എടുത്തിട്ടുണ്ട്, ഒരു 1/2 കിലോ സവാള എടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് കറിവേപ്പിലയും കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം, ഉള്ളിയൊക്കെ ഒന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഉപ്പിട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഉള്ളി പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടും. അപ്പോൾ അങ്ങനെയൊന്ന് ചെയ്തെടുക്കാൻ നോക്കുക നിങ്ങൾ. അപ്പോൾ നന്നായിട്ട് വഴന്നതിന് ശേഷം ഞാൻ ഇതിലേക്ക് നല്ല പഴുത്ത 2 തക്കാളിയാണ് എടുത്തിട്ടുള്ളത്, നീളത്തിനരിഞ്ഞത്. അതും കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമ്മൾ തക്കാളി നന്നായിട്ടൊന്ന് ഉടഞ്ഞ് കിട്ടണം, അതുവരെ ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുക്കണം. നമ്മൾ നേരത്തെ ചിക്കനിൽ ചേർത്തിട്ടില്ലായിരുന്നു. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത്, ഒരു 10 ഏലക്ക, 2 ഇഞ്ച് വലിപ്പത്തിലുള്ള പട്ട എടുത്തിട്ടുണ്ട്, തക്കോലത്തിൻ്റെ 2 ഇതെല്ലാം എടുത്തിട്ടുണ്ട്, ഒരു 5-6 ഗ്രാമ്പും കൂടെ എടുത്തിട്ടുണ്ട്. അതെല്ലാം കൂടെ നമുക്കിതിലേക്കിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 4 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഇതെല്ലാം കൂടെ ഇട്ട് ഒന്നും കൂടെ ഇതൊന്ന് ഇതുപോലെ ഇളക്കി കൊടുക്കാം. എന്നിട്ട് അതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ചിക്കൻ പീസുകളൊക്കെ അതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് 1 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കണം. വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തൊന്ന് തിളപ്പിച്ചെടുക്കണം. എന്നാൽ മാത്രമേ മസാലയ്ക്ക് നമ്മൾ ചിക്കനിലേക്കൊക്കെ ഒന്ന് പിടിച്ച് കിട്ടത്തുള്ളൂ. ഒരുപാട് വെള്ളം ചേർക്കരുത്. നമ്മൾ ആ ഉള്ളിയുടെയൊക്കെ ആ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ ഈ ചിക്കനിലേക്കൊന്ന് കിട്ടണം. ആ പാകത്തിന് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പുതിനയിലയും മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഒരു 5 മിനിറ്റ് അടച്ച് വെച്ച് വേവിച്ചാൽ മതി കേട്ടോ. അപ്പോൾ വെള്ളമൊക്കെ വറ്റി നല്ല റെഡിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക.
അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് നമ്മുടെ ചോറിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിതങ്ങോട്ട് മാറ്റി വയ്ക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ കൈമാരിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഒരു അരമണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് മാറ്റി വെച്ചതാണ്. ഇനി ഇതുപോലൊരു പാനിലേക്ക് നമ്മൾ നേരത്തെ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയൊക്കെ ഒന്ന് വറുത്തെടുത്ത ആ ഒരു നെയ്യുണ്ടല്ലോ, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു സവാള അരിഞ്ഞത് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. ഒരുപാട് അങ്ങ് ബ്രൗൺ നിറമാവേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് വഴന്നിട്ടാൽ മതി. ഇനി ഇതിലേക്ക് കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുക്കാം. 1 ഇഞ്ച് വലിപ്പത്തിലുള്ള പട്ട, ഒരു 7 ഏലക്ക എടുത്തിട്ടുണ്ട്, ഒരു തക്കോലം എടുത്തിട്ടുണ്ട്, പിന്നെ 2-3 ഗ്രാമ്പും എടുത്തിട്ടുണ്ട്. പെരിഞ്ചീരകം ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നില്ല, കുറച്ച് കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് വെള്ളത്തിൽ ചേർത്ത് കൊടുക്കാം. ഞാൻ കുറച്ച് പൊടിയായിട്ടാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് അരിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം. വെള്ളം ചേർക്കുമ്പോൾ നമ്മൾ അരി എത്രയാണോ എടുത്തിട്ടുള്ളത് അതിൻ്റെ ഇരട്ടി. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ചീരകം, ആവശ്യത്തിനുള്ള ഉപ്പ്, ഇതെല്ലാം കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു നാരങ്ങയുടെ പകുതിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മളെ ചോറ്റിന് നല്ലൊരു ടേസ്റ്റ് കിട്ടി നാരങ്ങാ നീര് ഒഴിച്ചു കൊടുക്കുമ്പോൾ. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് പൈനാപ്പിളിൻ്റെ എസൻസ് ആണ്. ഒരു 1/4 ടീസ്പൂൺ എസൻസ് ഒഴിച്ചു കൊടുക്കുന്ന. അപ്പം ഒരുപാട് ഒഴിച്ചു കൊടുക്കരുത്, ഭയങ്കര ഒരു വല്ലാത്ത ടേസ്റ്റ് ആയിപ്പോവും. അതിനുശേഷം നമുക്കൊരു 15 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പതിയെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലിപ്പോൾ വെള്ളം കിടപ്പുണ്ട്, എങ്കിലും നമ്മളെ ചോറ് 3/4 ഭാഗത്തോളം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി അപ്പോൾ വെള്ളമൊക്കെ വറ്റാൻ വേണ്ടിയിട്ട് ഒരു 5 മിനിറ്റും കൂടി ഇതൊന്ന് അടച്ച് വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ട് മാത്രം നിങ്ങളൊന്ന് വേവിച്ചെടുക്കാൻ നോക്കണം, അല്ലെങ്കിൽ അടുക്കി പിടിച്ച് കരിഞ്ഞു പോകും. അപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മുടെ ചോറൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ക്യാബേജും ക്യാരറ്റും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. അതിനോടൊപ്പം തന്നെ കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊരു 2 മിനിറ്റ് നമുക്ക് ഒന്നും കൂടി ഒന്ന് അടച്ച് വയ്ക്കാം. കാരണം ഈ ക്യാരറ്റ് ക്യാബേജ് ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ 2/3 ഭാഗം ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റാണ്. കാരണം നമുക്ക് ചിക്കൻ ഒന്ന് ദം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ദാണ്ടെ ഇതുപോലെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങയും ഉള്ളി കൂടെയൊക്കെ വറുത്തത് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കുറച്ചുകൂടെ മല്ലിയിലയും പുതിനയിലയും ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് നെയ്യ് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇതിന് മുകളിലായിട്ട് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ചിക്കൻ പീസുകളൊക്കെ ഒന്ന് നിരത്തി കൊടുക്കാം. ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ചോറിട്ട് കൊടുക്കാം. അപ്പോൾ ചോറിട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും എല്ലാം ഇട്ട് കൊടുത്തിട്ട് വീണ്ടും നമുക്ക് അതിൻ്റെ മുകളിൽ ഇതുപോലെ ചിക്കൻ പീസുകൾ വെച്ച് കൊടുക്കാം. ചിക്കൻ പീസുകൾ മൊത്തം വെച്ച് കൊടുത്തതിന് ശേഷം ബാക്കിയിരിക്കുന്ന ചോറ് ഇതുപോലെ അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കണം. അതിനുശേഷം ബാക്കിയിരിക്കുന്ന അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങ ഉള്ളിയൊക്കെ നമുക്ക് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഒരു 5 മിനിറ്റ് ദം ചെയ്യാം. അപ്പോൾ നമ്മൾ ബിരിയാണി ഇളക്കുന്ന വീഡിയോ ഒന്ന് മിസ്സായി പോയിട്ടുണ്ട്. അപ്പോൾ നല്ല പൊരിച്ച കോഴി ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ഓക്കെ ബൈ.